ഹായ്, ദിസ് ഇസ് ജേസൺ ഫ്രം ഹോംസ് ആൻഡ് വൈബ്സ്. ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേര് ഗംഭീരമായൊരു ഇൻട്രോ ഒക്കെ കൊടുത്ത് അവർ വെൽക്കം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് അധികം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. യു എയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട മലയാളത്തിനുടമയായിട്ടുള്ളത് അയാൾക്കൊപ്പം യു എയിൽ നമ്മളിൽ പലരും ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള മലയാളത്തിനുടമയാണ്. വെൽക്കം ഏറെ സ്നേഹത്തോടെ ഏറെ പ്രിയപ്പെട്ട ഷെമി വിത്ത് RJ ഫസ്റ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഞങ്ങളാണ് ആദ്യം ഒരു സൗഹൃദത്തിലാവേണ്ടുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് ഷെമിയുമായിട്ടാണ്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നമ്മുടെ അതെപ്പോഴായിരുന്നു? 2017 18 കോഴിക്കോട് KLF വന്നപ്പോഴ്. ഇല്ല ജേസൺ പറഞ്ഞത്. ഇപ്പം ഷെമിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്തൊരു ആളാണ്. കാര്യം ഷെമിയുടെ നടവഴിയിലെ നേരുകളാണെന്നുണ്ടെങ്കിലും കബന്ധ നൃത്തങ്ങളാണെന്നുണ്ടെങ്കിലും മലപ്പുറത്തിൻ്റെ മരുമകളാണെന്നുണ്ടെങ്കിലും തീസീസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു പുസ്തകം ഞാൻ വിട്ടുപോയി. പക്ഷെ എന്നാലും ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടേ നമുക്ക് വല്ലാത്തൊരു ആരാധന തോന്നിപ്പോയി. എന്നിട്ട് 2017 KLF വന്ന സമയത്ത് എന്നോട് വന്നിട്ട് നമുക്കൊന്ന് ഇരുന്നാലോ എന്ന് ചോദിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫാൻ ബോയ് മൊമെൻ്റ് ഉണ്ട്. ഞാൻ ആ ഒരു മൊമെൻ്റ് ഒന്ന് പിന്നീട് ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ഒക്കെ ഉള്ള നമ്മുടെ ചർച്ചകൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടുന്ന് കാണുന്നത് തന്നെ. അതുവരെ നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ കൊണ്ട് പോയിരുന്ന ആൾക്കാരാണ്. എങ്ങനെ ഇരിക്കുന്നു ഷെമി? ഷെമിയായിട്ട് തന്നെ ഇരിക്കുന്നു. മാറ്റമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ശരിക്കും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു മാറ്റം ഷെമി സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് വന്നു എന്നുള്ളതാണ്. അതൊരു പുതിയ മാറ്റമാണ് അല്ലേ? ആ ഒരു മാറ്റത്തെ എങ്ങനെ ഫസ്റ്റിൽ നോക്കിക്കണ്ട് അതറിയാൻ എനിക്കൊരു കൊതിയുണ്ട്. അത് കുറച്ച് ഭീഷണിയാണ്. ഇവനെ അധികം വളരാൻ അനുവദിച്ചുകൂടാ. അല്ല, പറയാനുള്ളതെല്ലാം ഇവൾ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതായിരിക്കാം. കാരണം എന്താണെന്നറിയോ, നമ്മൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരൊറ്റ വഴിയുണ്ട്. ഇങ്ങനെ ആളുകൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുക, അത് ഇങ്ങനെ നേരെ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്തെങ്കിലും തരത്തിൽ ഈ വഴി അങ്ങ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി അവിടെ നിർത്താനേ പറ്റുള്ളൂ. ഷെമിയുടെ കയ്യിൽ ഒരു 10-25 വഴികളുണ്ട്. അപ്പോൾ ഏത് വഴിയിലൂടെയും വേണമെങ്കിൽ അതിലൂടെ മുന്നത്തിൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. ഈ വല്ലഭന് പുല്ലു ആയുധാണല്ലോ, അതുകൊണ്ട് ജീവിക്കാനുള്ള വഴി, പോകാനുള്ള വഴി. സത്യം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷെമിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു റീലുണ്ട്. റോബിൻസൺ ക്രൂസോയുടെ കഥയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. റോബിൻസൺ ക്രൂസോയുടെ കഥ പലരും നരേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റോബിൻസൺ ക്രൂസോയുടെ കഥ വളരെ ഭംഗിയായിട്ട് പറയുന്നതിനൊപ്പം അതിനകത്ത് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ, ആ വീഡിയോയിലുള്ള ഒരു സർവൈവൽ സ്കില്ലുണ്ട്. സത്യം പറഞ്ഞാൽ റോബിൻസൺ ക്രൂസോ തോറ്റു. ക്രൂസോ ഒരിക്കലും, അല്ലെങ്കിൽ ക്രൂസോയുടെ ആ പുസ്തകം എഴുതിയിട്ടുള്ള ഓഥർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് ഇതിനെ ഈ ഒരു ലെവലിൽ ഒരു എത്ര മിനിറ്റ് ഉണ്ട്? 2 മിനിറ്റ് 3.5 മിനിറ്റിലേക്ക് അതിനങ്ങ് മാറ്റിയും അത് കഥ ഒരു പാരലായിട്ട് പോകുമ്പോൾ ഒരു സൈഡിലൂടെ വിഷ്വലിലൂടെ വേറൊരു സ്റ്റോറി പറയുകയും ചെയ്തത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യുന്നതും ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ഒരുപാട് ലേഡീസാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരു സ്റ്റക്ക് പോലെ നിൽക്കുന്ന ഇതുണ്ട് ലൈഫിൽ. അപ്പോൾ മറ്റൊരാളുടെ ഒരു ഡിപ്പെൻഡൻസിയിലോ അല്ലെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വലിയ വിഷമായിട്ടെടുത്ത് കുറേ കാലം അത് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ. അതല്ല, നമ്മളുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തണം. നമുക്ക് നമ്മളോട് മതിപ്പുണ്ടാവണം. അത് എനിക്ക് എന്നോട് തന്നെ മതിപ്പില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്ക് പോകും. അവനോട് തന്നെ മതിപ്പില്ലെങ്കിൽ അതിനുള്ള ഒറ്റ വാക്കാണ് ഡിപ്രഷൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എപ്പോഴും കരുതുന്നത് വെച്ചാൽ ഒത്തിരി ലേഡീസിൻ്റെ, പ്രത്യേകിച്ച് ഇവിടെ നമ്മളുടെ ഈ ഗൾഫ് കൺട്രീസിൽ പഠിച്ച പെൺകുട്ടികളായിരിക്കും, പിന്നെ ജോലി ചിലപ്പോൾ നാട്ടിലുണ്ടാവും, പക്ഷേ ഹസ്ബൻഡിന് ഇവിടെയായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കണം എന്ന് കരുതി. ഇപ്പം ഞാൻ പോലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഫ്ലാറ്റിലായി പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ജോലി, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഭാര്യ, അമ്മ എന്നതാണ് എൻ്റെ ജോലി എന്ന് ആയിത്തീരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭാര്യ, അമ്മ എന്നത് ജോലിയല്ല. ഇപ്പോൾ ആണ് പെണ്ണ്
എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ 2 ക്രിയേച്ചേഴ്സാണ്. ഓക്കെ, മനുഷ്യജാതിയുടെ 2 രൂപങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഈ ജനിച്ച ഭൂമിയിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അത് 2 പേർക്ക് തുല്യമാണ്. അതാണ് ആദ്യം പഠിപ്പിക്കേണ്ട പാഠം 1. ഫസ്റ്റ് ലെസൺ എന്നത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിപ്പിക്കേണ്ട കാര്യം. കാരണം കുട്ടികളൊക്കെ കാണുന്നതും പഠിക്കുന്നതും എന്താണ്? ആണെന്ന് പറയുന്നത് പുറത്തു പോകണം, ജോലി ചെയ്യണം, പണം കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് വെച്ചുണ്ടാക്കുന്ന ജോലിയാണ് ഭാര്യ എന്ന്. അപ്പോൾ അതാണ് മാറ്റേണ്ടത്. ഇപ്പോൾ ഒരുപാട് കുറേയധികം പെൺകുട്ടികൾ പറയുന്ന കേൾക്കാം, ഒരു 22, 23, 24 വയസ്സാകുമ്പോഴേക്കും നമ്മൾ കല്യാണത്തിലേക്കാകുക. അതോടുകൂടി പറയുന്നത് ഇനി ഞാൻ കല്യാണം കഴിച്ച് സെറ്റിലാകാൻ പോവാണ്. ഈ കല്യാണം, ഇത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കേട്ടോ, അതായത് കല്യാണം എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഓക്കെ ഷെബി, സോറി, ആ ഒരു ഫ്ലോ പോയില്ലേ ഷെബി, പറഞ്ഞു. ഈ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ അതുവരെ, ആണായാലും പെണ്ണായാലും കേട്ടോ, നമ്മൾ അതുവരെ ജീവിച്ചിട്ടിരുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, അതിൻ്റെ അവസാനമോ പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമല്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ ബർത്ത് ടു ഡെത്ത് വരെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു കാര്യം മാത്രമാണ് കല്യാണം. അല്ലാതെ മാരേജ് എന്ന് പറയുന്നത് മൊത്തം ലൈഫല്ല. അങ്ങനെയാണ് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് മാരേജ് എന്ന് പറയുന്നത്. അതോടുകൂടിയിട്ട് ആൺകുട്ടികളും പറയും സെറ്റിലാവുന്നു, കല്യാണം കഴിച്ച് ഞാൻ സെറ്റിലാവുന്നു എന്ന്. അത് സെറ്റിലാവലോ സ്റ്റാർട്ടാവലോ അല്ല. അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇപ്പോൾ ഈ പെൺകുട്ടികൾ, ഇപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ, അതുപോലെ ജോലിയുള്ള പെൺകുട്ടികൾ കല്യാണത്തോടെ അല്ലെങ്കിൽ പ്രസവത്തോടെ ആ ജോലി അങ്ങോട്ട് ഉപേക്ഷിക്കും. പല റീസണും പറയും. അതിൽ പ്രത്യേകിച്ചും പറയുന്നത് ഈ പ്രൊഫഷണൽ വർക്കും ഈ ഭാര്യ ജോലിയും, ഈ രണ്ടും കൂടിയുള്ള ആ ഒരു ഹെക്റ്റിക് ലൈഫ് ഉണ്ടല്ലോ, അത് പറ്റുന്നില്ല എന്നതാണ്. ഇത് ഭാര്യ അമ്മ എന്നത് അതായത് ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരും സൊസൈറ്റിയും നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മകൾ എന്ന് പറയുന്ന ജോലിയാണോ? സഹോദരി എന്ന് പറയുന്ന ജോലിയാണോ? അല്ല. അതുപോലെയാണ് ഭാര്യ അമ്മ, അത് ജോലിയല്ല. ഇപ്പോൾ പഴയ കാലത്ത് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഫാമിലിയുടെ ഏതെങ്കിലും ഒരു ഫോം ഉണ്ടെങ്കിൽ, ഇപ്പോൾ അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത പെണ്ണാണെങ്കിൽ, ഇനിയിപ്പോൾ വിദ്യാഭ്യാസം ഉണ്ട് ജോലിയൊന്നും ഇല്ലാത്ത പെണ്ണാണെങ്കിൽ, ഈ തൊഴിൽ അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ എന്ന കോളത്തിൻ്റെ താഴത്തിൽ ഭാര്യയുടെ നേടുന്നത് ഹൗസ് വൈഫ്. തൊഴിൽ, അവളുടെ തൊഴിലാണ് വൈഫ് എന്ന്. അവിടെ ആ ഒരു കോളത്തിൽ അതല്ല പൂരിപ്പിക്കേണ്ടത്. ആ കോളത്തിൽ ഭാര്യ എന്നത് ജോലിയല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മളും ഈ സൊസൈറ്റിയും അതുപോലെ നമ്മൾ പഠിച്ചതും എല്ലാം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭാര്യ എന്നതെൻ്റെ ജോലിയാണ്, അമ്മ എന്നതെൻ്റെ ജോലിയാണ്. അല്ല, ആണിനും അതെ, ഭർത്താവ് അച്ഛൻ എന്നത് ജോലിയല്ല. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്, അതുണ്ടായിരിക്കണം. അതായത് അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഈ നമ്മളുടെ ഈ മാരേജ് ഒരിക്കലും നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം, നമുക്കൊരു ജോലി വ്യക്തിത്വം ഉണ്ടായിരിക്കണം. മാരേജും ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസം, മാരേജ് അതൊക്കെ മറ്റൊന്ന്. അതാണ് കൂടുതലും സംഭവിക്കുന്നത് ഈ ലേഡീസിനെ സംബന്ധിച്ച്. അപ്പോൾ പ്രത്യേകിച്ച് ഇതോടുകൂടി പ്രസവത്തോടുകൂടി ജോലി നിർത്തുക, പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പിന്നെ എൻ്റെ ജോലി ഭാര്യയും അമ്മയും ആവുക എന്നതാണ്. അതെ, അങ്ങനെ ചിന്തിക്കുന്നത്, അതായത് ഐഡൻറ്റിറ്റി കളയുന്നു. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യമാരാണ് കൂടുതലും ഡിപ്രഷനിലേക്ക് പോവാറ്. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് അവളോട് മതിപ്പില്ലാതാവുന്നു. അത് മതിപ്പില്ലാതാവുമ്പോൾ അവൾ ഡിപ്രഷനിലേക്ക് പോകും. എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, ഞാൻ എന്തിനാണ്. പക്ഷേ ഈ ഭർത്താവിന് അങ്ങനെ ഉണ്ടാവുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ആൾക്ക് ഒരു ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആൾ മനസ്സിലാക്കുന്നുണ്ട് ഞാനാണ് ഫാമിലിയുടെ ബ്രെഡ് വിന്നർ. ഓക്കെ, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു, അല്ലെങ്കിൽ ഞാനാണ് ഫാമിലിയുടെ കിങ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടാവണം ജീവിക്കാൻ. അത് എനിക്കൊരു വ്യക്തിത്വം ഉണ്ട്.
അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇത് ജോലി, ഇന്ന ജോലി തന്നെ പുറത്ത് പോയിട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടായിരിക്കണം. അത് ഏറ്റവും കുറഞ്ഞ ഇൻകം ആണെങ്കിലും ഏറ്റവും ചെറിയ ജോലിയാണെങ്കിൽ പോലും ജോലി ഉണ്ടായിരിക്കണം. കാരണം ജോലി വേറെ, ഭാര്യ വേറെ, അങ്ങനെയാണ് എപ്പോഴും. ആണിന് ജോലിയുണ്ട്, ഭർത്താവുമാണ് രണ്ട്, അതുപോലെ തന്നെയാണ്. അതാണ് അവരുടെ വ്യക്തിത്വം, അതായത് ഇൻഡിവിജ്വാലിറ്റി, ഐഡൻറ്റിറ്റി. ഇത് നമ്മളുടെ എപ്പോഴും നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മളാണ് ഷേപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ നമുക്ക് ചുറ്റുമുള്ള സൊസൈറ്റി അല്ല അത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതെ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവരെല്ലാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഇതാണ് നിങ്ങളുടെ പോസ്റ്റ് എന്ന്, നിങ്ങളുടെ ഭാര്യ എന്നത് ജോലിയാണ്, അമ്മ എന്നത് ജോലിയാണെന്ന് അവർ കൺസ്ട്രക്ട് ചെയ്തു തരുന്നതാണ്. കാരണം കാലാകാലങ്ങളായി പിന്തുടർന്ന് വരുന്ന ഒരു ഇതുണ്ടല്ലോ, ആചാരം അല്ലെങ്കിൽ നാട്ടു നടപ്പ്, യാതൊരു ലോജിക്കും ഇല്ലാത്ത. അതിലെനിക്ക് പറയാനുള്ള, അത് ചെയ്യാൻ പാടില്ല നമ്മൾ ഇനിയെങ്കിലും. കാരണം അതിലൊരു നല്ലൊരു വളരെ ലളിതമായൊരു പോമുണ്ട്, കന്നഡയിലുള്ള ഒരു പോമാണ്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് AK രാമാനുജൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത്, മദർ പ്ലീസ് ഡോണ്ട് കട്ട് ഓഫ് മൈ സൺലൈറ്റ്സ് വിത്ത് യുവർ സാരി സ്പ്രെഡ് അക്രോസ് ദ സ്കൈ. അതായത് അത്രയും സിമ്പിളായിട്ടാണ് പറയുന്നത്, ഒരു പെൺകുട്ടി അമ്മയോട് പറയുന്നത്. അതായത്, പ്ലീസ് ഡോണ്ട് പ്ലേ അഗെയിൻ ദാറ്റ് ടൂൺ ദാറ്റ് യുവർ മദർ, her mother and her mother tuned the snake chambers of the flute. അത് നമ്മൾ നിർത്തണം. അതായത് നമ്മളുടെ മദർ എന്താണോ നമ്മളെ പഠിപ്പിച്ച, ഞാൻ പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ കുട്ടിനെ നമ്മൾ പഠിച്ചത് നമ്മളെ എങ്ങനെ ആക്കി തീർത്തോ അങ്ങനെ ആക്കി തീർത്തരുത്. ഏറ്റവും പാഠം അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും അധികം അതെ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബുദ്ധി കുറച്ച്. ഓരോ മനുഷ്യരും ഓരോ കാലഘട്ടത്തിലൂടെയും മുന്നോട്ട് സഞ്ചരിക്കുന്നത് എന്തിനാ? പിന്നോട്ടുള്ളത് എടുത്തിട്ട് പോകാനല്ല. മുന്നോട്ട് സഞ്ചരിക്കുന്നത്, മുന്നിൽ കാണുന്നത് ശരികളും ഇത് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ നമ്മൾ ആ ഭാരവും ചുമന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയല്ല. സിംപ്ലി സ്പീക്കിംഗ്, നമ്മൾ അടയാളപ്പെടുത്താൻ മറന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അടയാളപ്പെടുത്തിയ വഴിയിലൂടെ നമുക്ക് പോകേണ്ടി വരും. മാത്രമല്ല, ഇപ്പൊ കുറച്ചു നേരത്തെ നമ്മള് ഇവിടെ വംശം വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ച് നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ പരിമിതികളെ വിട്ട് ഹൗസ് വൈഫ് എന്നുള്ള കോളം എല്ലാ കാലത്തും നമ്മളിങ്ങനെ കുരിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ നമ്മളെ ഹോം മേക്കറായിട്ട് ഒതുങ്ങും. പക്ഷെ ആ ഹൗസ് വൈഫ് എന്നുള്ള പേര് മാറ്റി ഹോം മേക്കർ ആക്കി കൊടുത്തേ ഉള്ളൂ. അപ്പോഴും ആൾക്കുള്ള ജോലി അത് തന്നെ ആക്കി കൊടുക്കുകയാണ്. നമ്മളെല്ലാരും കൂടി എഴുതി വെക്കുകയാണ്, നമ്മൾ എഴുതി കൊടുക്കുകയാണ്. അയാൾ എഴുതാത്തോണ്ട് സമൂഹം എഴുതി കൊടുത്തു, നിങ്ങളുടെ ജോലി ഇതാണ്. അതെ, ഇന്ന് നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വീട് ഒരു വലിയ സാധ്യതയാക്കി മാറ്റാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ എത്ര ആൾക്കാർ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ റൂമീസ് കിച്ചൺ, റൂമീസ് നാച്ചുറൽസ്, അങ്ങനെ കുറെ സംഗതികൾ വരുന്നുണ്ട്. എന്തൊക്കെ സാധ്യതകൾ ഇപ്പൊ ഹോസ്റ്റൽ വൈഫ്സും നിൽക്കുന്നത് അങ്ങനെ കുറച്ച് സാധ്യതകൾക്ക് മുന്നിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എപ്പോഴും ഷെമീന്റെ അടുത്ത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ മുന്നേ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അല്ലല്ല കണ്ട, ഞാനത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അല്ല, എനിക്ക് ആ കോട്ടായിരുന്നു. കുഞ്ഞു പറയാണല്ലോ അമ്മയോട്, എന്റെ സൂര്യന് അമ്മയുടെ സാരി തലപ്പുകൊണ്ട് മറക്കരുത്. ഞാൻ ആ ഒരു ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യായിരുന്നു ഷെമി പറഞ്ഞ സമയത്ത്. അത് വളരെ കുറഞ്ഞ സ്റ്റാൻസേ ഉള്ളൂ, പക്ഷെ അത് ഫസ്റ്റ് ഒന്ന് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലത് പതിഞ്ഞു. അല്ല, ബ്രെയിനിൽ അതൊരു പച്ചകുത്ത. ഇതാണ് നമ്മൾ സംഭവിക്കുന്നത്. അമ്മമാർ തന്നെയാണ് ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഈ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും എല്ലാം കാണുന്നത് ഇതാണ്. അത് തന്നെ ആവർത്തിക്കുമ്പോൾ ഈ ഒരു തെറ്റായ ധാരണ നമ്മുടെ ബ്രെയിനിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭാര്യ അമ്മ. അത് പക്ഷെ അത് ജോലിയല്ല. നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിൽ വെറും ഒന്ന് മാത്രമാണ് മാരേജ് എന്നുള്ള ഒരു സത്യം രണ്ടുപേരും മനസ്സിലാക്കണം. ഈ നമ്മൾ പഠിപ്പിക്കേണ്ടതും അതുപോലെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലി നിർബന്ധമാണ്. രണ്ടുപേർക്കും ജോലി നിർബന്ധമാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരേ ഉത്തരവാദിത്വത്തോടെ പരിപാലിക്കേണ്ട ഒന്നാണ് വീട്, അതുപോലെ കുട്ടികൾ. രണ്ടുപേർക്കും ഒരേ ഉത്തരവാദിത്വത്തോടെ. അപ്പോൾ ഒരു ചോദ്യം വരും, ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഭർത്താവിന് ജോലിയുണ്ട്, അപ്പം ഞാൻ പുറത്തു പോയിട്ട്, ഫസ്റ്റിലും പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നു, അപ്പം ഞാൻ കാശുണ്ടാക്കുന്നു, അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ നീ ചെയ്യുന്നു, വീട്ടിലെ ജോലികളൊക്കെ നീ ചെയ്യുന്നു എന്ന്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇത് മാറ്റേണ്ടത്. നമ്മളെ നാട്ടു നടപ്പുണ്ടല്ലോ, ഒരു ആചാരം, അത് മാറ്റേണ്ടത്. കാരണം ഇത് ഇങ്ങനെ സംഭവിച്ചാൽ ഈ കാലാകാലങ്ങളായി തുടരുന്ന ആ ഇത് തന്നെ പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കും, കല്യാണം കഴിയുക എന്ന് പറഞ്ഞാൽ വീട്ടു ജോലിയെല്ലാം ചെയ്യുക എന്ന് അല്ല. നമ്മുടേതായ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഭാര്യയായിട്ട് ജീവിക്കണം. അത് ഏറ്റവും കുറഞ്ഞതായാലും ഇപ്പം അവനവൻ്റെ ബ്രെഡ്
അവനവൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിപ്പോൾ നമ്മൾ വലിയൊരു IAS ആവണോ സൂപ്പർ ആവണോ എന്നതല്ല. എൻ്റെ ആഹാരത്തിനുള്ള വക ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ പരം ആനന്ദം വേറെ ഒന്നുമില്ല. അതെ അതെ അതെ, ശരിക്കും ഞാനത് ശരിക്കും ഫീൽ ചെയ്യും. എനിക്ക് എപ്പോഴും ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഇത് പറയുന്നത് പോലെ റീൽസ് ചെയ്യണം എന്നുണ്ട് എപ്പോഴും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എനിക്ക് ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി, ട്രിവാൻഡ്രത്തേക്ക് പോസ്റ്റിംഗ് ആയി. ആ സമയത്ത് ഞാൻ ആദ്യ ശമ്പളം അല്ല എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുള്ള ആദ്യ ശമ്പളം. അതായത് ഇവിടെ ഞാൻ കണ്ണൂർ ആദ്യം വർക്ക് ചെയ്തിട്ട് 6 മാസം വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ട്രാൻസ്ഫർ ആയിട്ട്. അപ്പോൾ അവിടുന്ന് ഹോസ്റ്റലാണല്ലോ, അവിടുന്ന് ജോലി സാലറി വാങ്ങിച്ച അന്ന് ഞാൻ റൂമിലേക്ക് വന്നു, ഹോസ്റ്റലിലേക്ക് വന്നു, കുളിച്ച് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടു. എന്നിട്ട് ഞാൻ ഒരു ബസ് കയറി സ്റ്റാച്യൂലേക്ക് പോയി. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റാച്യൂവിൽ പോയി ഒരു വലിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ ഒരുപാട് ഫുഡ് അങ്ങനെ ഓർഡർ ചെയ്തു. അതുവരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാം, കാരണം വെച്ചാൽ നമ്മൾക്ക് അതുവരെ ഇല്ലല്ലോ, ചോറുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ച മീൻ ഉണ്ടാവില്ല അല്ലേ, എല്ലാം ഓർഡർ ചെയ്യുക. അന്നൊക്കെ എനിക്ക് തോന്നുന്നു 23 years ബാക്കാണ് കേട്ടോ. അപ്പോൾ അന്നും ഈ ഒരു പെൺകുട്ടി ഒറ്റക്ക് കയറുക, ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും നോക്കുന്ന ഒരിതാണ്. പക്ഷെ ഞാൻ അതൊന്നും കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഓർഡർ ചെയ്ത് ഒത്തിരി വന്നു, ഒരുപാട് വിഭവങ്ങൾ വന്നു. എല്ലാം നോക്കിയപ്പോൾ തന്നെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡായി. എന്നിട്ട് ഞാൻ കഴിച്ചു, സുഖമായി കഴിച്ചു. എല്ലാം കഴിക്കാൻ പറ്റില്ല എന്നാലും കഴിച്ചിട്ട് ഞാൻ ബില്ല് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതുവരെ ഞാൻ ഭക്ഷണം കഴിക്കാതല്ലല്ലോ ജീവിച്ചത്. പല ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന്, സിംഗപ്പൂർ, മലേഷ്യ, അതുപോലെ ഇപ്പോൾ ദുബായിലും 20 years ആയി. നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ച ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഭക്ഷണത്തിൻ്റെ രുചി എന്ന് പറയാൻ പറ്റില്ല അതിന്, അത് നമുക്ക് കിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന പറയുന്നത്, ഞാൻ എന്നെ ആരാധിക്കും എപ്പോഴും. എല്ലാവർക്കും അവനവനെ ആരാധിക്കണം, എങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇദ്ദേഹത്തോട് ഞങ്ങൾ കേട്ടോണ്ട സമയത്ത് ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോംസ് ആൻഡ് വൈഫ്സ് നിൽക്കുന്നത് ഇതുപോലെ ഒരു അപാരമായിട്ടുള്ള സാധ്യതകളുടെ മുന്നിലാണ്. ഇപ്പൊ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്ര ആൾക്കാരെ കാണുന്നുണ്ട്, എന്തോരം പേജുകളുണ്ട്, ബേക്കിംഗ് പേജുകളുണ്ട്, ഉമ്മീസ് കിച്ചൺ, അതുപോലെ തന്നെ അമ്മാസ് അച്ചപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേജുകൾ വരും. അച്ചാറിൻ്റെ ഒക്കെ കലവറയാണ്. ഇപ്പൊ ഇവർക്കൊക്കെ അങ്ങനെ ഒരു സാധ്യത വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മോംസ് ആൻഡ് വൈഫ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് ഷെമീൻ്റെ അടുത്താണ് കേട്ടോ, ഇത് ഞാൻ നിങ്ങളുടെ അടുത്തേക്കൊന്ന് ഒരു ചോദ്യമായിട്ട് വരാൻ വേണ്ടി നിൽക്കുക. അപ്പം നമ്മളുടെ ചുമരിൽ ആളുകളെ കൊണ്ട് ചിത്രം വരക്കാൻ വിടരുത്, നമ്മൾ സ്വന്തം വരച്ചുകൊണ്ടിരിക്കണം. ഫസ്ലുവിന് എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്തൊന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാര്യം ഫസ്ലുവിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിറ്റ് FM വരുന്നു, വാർത്ത വായിക്കുന്നു, പോകുന്നു, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നു, ഫസൽ പോകുന്നു. അതിനപ്പുറത്തൊരു ഫസലുണ്ട്. ഞാനും ഫസലും ഒരേ ജില്ലക്കാരാണ്. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞ സമയത്ത് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി പോയി പഠിച്ചത് ഫുഡ് ടെക്നോളജിയാണ്. അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. പോട്ടെ, ഫുഡ് ടെക്നോളജി കഴിഞ്ഞു, അതിനുശേഷം മീഡിയയിലേക്ക് വരുന്നു, ഇന്ത്യ വിഷനിലേക്ക് വരുന്നു, അവിടുന്ന് പിന്നെ റേഡിയോയിലേക്ക്. അല്ല, ഇന്ത്യ വിഷനിൽ എത്തുന്നതിന് മുമ്പ് ചെറിയ അവിടുന്നാണ് ഞങ്ങളുടെ കണ്ടുമുട്ടൽ ഉണ്ടായിരുന്നത്. ചിത്രാഞ്ജലി. എനിക്ക് അപ്പോഴൊരു ഉൾവിളി, ഒരു ഫിലിം മേക്കറായ കൊള്ളാമെന്നുണ്ട്. സിനിമയെക്കുറിച്ച് ABCD അറിയാത്ത ഇന്നും യാതൊരു, അതായത് ഷെമിയോട് സത്യസന്ധമായിട്ട് ചോദിക്കൂ, സിനിമയെക്കുറിച്ചോ എൻ്റെ കലാമൂല്യത്തെക്കുറിച്ച് ഷെമി സത്യസന്ധമായിട്ട് ആളുകളോട് പറയും. അതായത് ഒരു പുസ്തകത്തെക്കുറിച്ചോ, ഒരു കലയെക്കുറിച്ചോ, ഒരു ഭക്ഷണത്തെക്കുറിച്ചോ എന്തെങ്കിലും എൻ്റെ ഒരു ആസ്വാദന നിലവാരം ഒന്ന് ആളുകൾക്ക് പറഞ്ഞിട്ട്, 0 താഴെ വല്ല മൈനസ് ഉണ്ടെങ്കിൽ ആ നമ്പറും പറഞ്ഞോളൂ. അതെ, എനിക്ക് പോലും മനസ്സിലാകാത്ത ഒരു സ്പെസിമനാണ് ഫസ്ലു. ഒറ്റ പീസേ ഉള്ളൂ. അങ്ങനെ അവിടെ പോയിട്ട് സിനിമയെ കുറിച്ചിട്ട് യാതൊരു ABCD ഇല്ലാത്ത, യാതൊരു ആസ്വാദന നിലവാരമില്ലാത്ത ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് എനിക്ക് നാളെ ഫിലിം ഡയറക്ഷനൊക്കെ ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ പോയി അവിടുന്ന് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ട് ഞാൻ നേരെ ഇന്ത്യ വിഷനിൽ എത്താണ് ചെയ്യുന്നത്. ഇന്ത്യ വിഷനിൽ നിന്ന് ഇങ്ങനെ ഞാൻ പറയില്ലേ, ഞാൻ ഷെമിയോട് എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് അതാണ്, ഒരു പൊങ്ങുതടി പോലെ ആ ഒരു മറ്റേ മലവെള്ള പാച്ചിൽ ഇങ്ങനെ പോകുന്ന ഒരു പൊങ്ങുതടി ഉണ്ടല്ലോ, ആ പൊങ്ങുതടി പോലെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ അത് എവിടെയാണോ എത്തുന്നത് അവിടേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ TV-യിലെത്തുന്നു, സിനിമയിലെത്തുന്നു, റേഡിയോയിലെത്തുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെത്തുന്നു, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത എവിടെയാണ് പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ
തങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ഒഴുകിപ്പോകും. ഇതുവരെ ഒഴുകി എല്ലാം യാദൃശ്ചികതകൾ. അതായത് നിൽക്കുന്ന സമയത്ത് കേൾക്കണം നിങ്ങൾ എവിടെയുള്ളത്, ഇന്ന സ്ഥലത്താണുള്ളത്. ഒരു കാര്യം ചെയ്യുമല്ലോ, നാളെ ദുബായിൽ റേഡിയോ സ്റ്റേഷൻ തുടങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമോ? എന്താ റേഡിയോ എന്നറിയില്ല, എന്താ FM എന്നറിയില്ല, എന്താ AM എന്നറിയില്ല, ആയിക്കോട്ടെ വരാമല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പം തന്നെ ജോലി എന്ന് കൊടുത്തു, സാർ ഞാനൊന്ന് ദുബായി പോവാണ്, വീട്ടിൽ വെച്ച് ഞാനൊന്ന് ദുബായി പോവാണ്. ഓക്കെ, അടുത്ത ഫ്ലൈറ്റിൽ കയറുന്നു, തിരിച്ചു വരുന്നു, ഇവിടെ വന്നിട്ടാണ് റേഡിയോ. ഇങ്ങനെ ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് സീറ്റിൽ ഇങ്ങനെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊരു TV തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് 24 hours ലൈവ് ന്യൂസ് ചാനലാണ് തുടങ്ങാൻ വന്നത്. ഇന്ത്യയിൽ ആരും അത്തരത്തിലൊരു പരീക്ഷണം ആ സമയത്ത് ഇങ്ങനെ ലൈവായിട്ട്, മലയാളത്തിൽ പ്രത്യേകിച്ചും ആ സമയത്ത് എനിക്ക് തോന്നുന്നു NDTV ഒക്കെ ഉണ്ട് തോന്നുന്നു, അവർ പോലും ഇങ്ങനെ 24 hours ലൈവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അങ്ങനെ വലിയൊരു പോപ്പുലർ ആയിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ വരാമോ? ആയിക്കോട്ടെ വരാമല്ലോ. എന്താ TV ക്യാമറ എന്താണെന്ന് പോലും കൃത്യമായിട്ടാണ്, എനിക്ക് തോന്നുന്നു ആകെ വലിയൊരു ബീറ്റ ക്യാമറ മാത്രമേ ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് എന്താണെന്നുള്ള ഒന്നും അറിയത്തില്ല. അപ്പോഴാണ് ഇങ്ങനെ ഈ കംപ്ലീറ്റ് അന്ന് കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഈ മറ്റേ ഈ OB വാൻ വന്നിട്ട് ഈ കുട നിർത്തുന്നതൊക്കെ കാണിക്കുന്ന ഇന്ത്യ വിഷനിലാണ്. ആ ചാനലിലേക്ക് നേരെ കയറി ചെല്ലാണ്, ഒന്നും അറിയില്ല, നമുക്ക് പോയിട്ട് പഠിക്കാലോ എന്ന് സത്യം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഷെമിന്റെ കൂടെ ഇരിക്കുന്നത്. ഒരു ദിവസം ഷെമിനെ കണ്ടിട്ട് ഷെമി നമുക്കിനി ഒന്നിച്ച് യാത്ര ചെയ്താലോ? ആ വരി, ശരി പോവാം. ഇതാണ് യാത്ര. എല്ലാം വളരെ സത്യസന്ധമായിട്ട്, ഒന്ന് അധ്വാനിച്ചതിന്റെ പേരിലോ മെറിറ്റിന്റെ പേരിലോ കഴിവിന്റെ പേരിലോ അല്ല, ഇങ്ങനെ ഭാഗ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുന്നു, അവിടെ നിന്ന് ഇങ്ങനെ സർവൈവ് ചെയ്ത് അതൊരു സൂപ്പർലേറ്റീവ് എളിമയാണ്. അത്ര എളിമയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഫസൽ ആരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. ഫസൽ എന്തുമാത്രം ടാലന്റഡ് ആണെന്നുള്ള കാര്യം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഭാഗ്യം കൊണ്ടല്ലേ. ഈ കോവിഡൊക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് ഇൻഫർമേഷൻ, എനിക്ക് കുറേ ആളുകളൊക്കെ പരിചയമുണ്ട്, കോണ്ടാക്ട്സ് ഉണ്ട്. ഈ ആളുകളൊക്കെ പലതും ഇങ്ങനെ പറഞ്ഞു തരുന്നു. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഭാഗ്യത്തിന് അത് ആ സമയത്ത് വേറെ എവിടെയും കിട്ടുന്നില്ല. ഇത് ഭാഗ്യം കൊണ്ട് മാത്രം. എനിക്ക് നാളെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം എന്ന് കരുതി പ്ലാൻ ചെയ്തൊരു ക്യാമറയും മൈക്കും ഒന്നും വാങ്ങിയിട്ടല്ല. ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത വീഡിയോ പോലും എന്താണെന്ന് അറിയാം, എപ്പോഴും സ്പെല്ലിംഗ് തെറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. സൗദി SOUDI എന്നാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. UAE-യിലും സൗദിയിലും VAT വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചപ്പോൾ സാർ അപ്പോൾ അത്രയും 80 ദിർഹം, സാർ 5 ദിർഹം VAT കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് സ്ലിപ്പ് വരികയാണ്. അപ്പോൾ ഞാനത് കൊള്ളാലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു പഴയൊരു LG ഫോൺ ഉണ്ട്, ഞാനിത് സുഹൃത്തുക്കളെ ബില്ല് കൊടുത്തു, 5 ദിർഹം ഇതേ വാറ്റും വന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ. അല്ലാതെ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആവാൻ വേണ്ടി, അതും ആക്സിഡൻ്റലായിട്ട് വന്നപ്പോൾ ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായപ്പോൾ ആളുകൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചപ്പാത്തി കൊണ്ടുവരാൻ പറ്റും, ചിക്കൻ കറി കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെയാണ് ആളുകളുടെ സംശയം. രണ്ടാമത്തെ വീഡിയോ അതാണ്. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഐഫോൺ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ സാധാരണക്കാർക്കുള്ള സംശയമാണല്ലോ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മേലാകെ സ്വർണ്ണം, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 30 പവൻ്റെ സ്വർണ്ണം ആഭരണം കയറ്റി വരും. തിരിച്ചു പോകുമ്പോൾ ഇതേ സ്വർണ്ണത്തിന് ടാക്സ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വരുന്നത്. നിങ്ങൾ ആ വീഡിയോ കൊടുക്കുന്നതല്ല, നിങ്ങൾ ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇതും അങ്ങനെ പെട്ടതാ. അല്ലാതെ പ്ലാൻ ചെയ്തിട്ട് എനിക്കിവിടെ സോഷ്യൽ മീഡിയയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. ഞാനിപ്പോൾ ഷെമിനോട് പറയാണ്, ഷെമി കുറേ ആയിപ്പ് ഇങ്ങനെ പോകുന്നു. കാരണം ഇത് ഒരു 5 വർഷം 10 വർഷം കൂടുമ്പോഴേക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണ്ടേ. ഇപ്പൊ ഞാൻ നാളെ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്റെ കയ്യിലും ഏത് രീതിയിൽ. ഞാൻ ഒരിക്കലും നാട്ടിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റന്നാൾ നാട്ടിൽ പോകണം. ഇന്നലെ ടിക്കറ്റ് എടുത്താണ്. ഞാൻ വിചാരിച്ചു ശരി ഒന്ന് നാട്ടിൽ പോയാൽ കൊള്ളാം. അപ്പോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണോ അപ്പോൾ തോന്നുന്നത് അതങ്ങ് ചെയ്യാം. ഒരാൾക്ക് ഉപദ്രവം ഉണ്ടായിരുന്നത് മാത്രമേ. ട്രസ്റ്റ് മീ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ വിഷൻ എന്നൊരു വിളി വരണമെന്നുണ്ടെങ്കിലും ഹിറ്റ് FM നിന്ന് വിളി വരണമെന്നുണ്ടെങ്കിലും ഒക്കെ അത് ഫസ്ലു ക്യാപ്പബിൾ ആയതുകൊണ്ടാണ്, ഫസ്ലു അതിന് മാത്രം കഴിവുള്ള ഒരാളായതുകൊണ്ടാണ് അവിടെ നിന്ന് വിളി വരുന്നതും അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നത് അല്ലേ. അല്ലാണ്ട് വല്ലാണ്ടുള്ളൊരു സൂപ്പർലേറ്റീവ് വെളിപ്പൊക്കെ ഇവിടെ ഒരു സ്കോപ്പ് ഇല്ല. കഴിവുണ്ട്, കഴിവുള്ള വ്യക്തിയാണ്, ടാലന്റ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. ടാലന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മോംസ് ആൻഡ് വൈബ്സും ഇതുപോലെ നമ്മളെ നാട്ടിലുള്ള ഒരുപാട് ടാലന്റുകൾക്കുള്ളൊരു ഗംഭീര പ്ലാറ്റ്ഫോമാണ്. അത് പോർട്രേ ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ളൊരു വലിയൊരു എക്സ്പോഷർ കൊടുക്കാനും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് തോന്നുന്നത് ഷെമിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കാര്യം നമ്മൾ നേരത്തെ റോബിൻസൺ ക്രൂസോയുടെ കഥ പറഞ്ഞ് തുടങ്ങിയതാണ്. റോബിൻസൺ ക്രൂസോ ഒറ്റപ്പെട്ടത് ഒരു ഐലൻഡിലാണെങ്കിൽ അൽബർഷയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഷെമിയുടെ ഒരു സർവൈവിങ് സ്കില്ലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു ദിവസം നോക്കിയപ്പോൾ ഫസ്ലു കട്ടിലിന് മേലെ ഇങ്ങനെ വിരിഞ്ഞ് കിടന്നിട്ട് ഇതെൻ്റെ കട്ടിൽ, എൻ്റെ കോട്ട്, ഞാനിവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞ് കട്ടായം പറഞ്ഞപ്പോൾ ഷെമി നേരെ പുറത്തേക്ക് പോയിട്ട്
ഒരു കിടിലൻ കട്ടിലുണ്ടാക്കിയ കഥയാണ്. ഷെമിയുടെ പ്രൊഫൈലുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും. ആ ഒരു കട്ടിലിന്റെ പുറത്ത് അതിനകത്ത് പെയിന്റ് അടിക്കുന്നുണ്ട്, ആ കട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്, മിർച്ചി ലൈറ്റ് തൂക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വേറെ എന്തൊക്കെ കഴിവുകളാണ് ഷെമിക്കുള്ളത് ഒന്ന് പറയാം. എന്നോട് ഷെമി പറഞ്ഞ ഒരു ദിവസം ടൈൽസ് എല്ലാം മാറ്റണം, നമുക്ക് മേമ്പന് കുഴപ്പമില്ല, നമുക്ക് അത് പണിക്കാരെ വിളിക്കാം. ഞാൻ പണിക്കാരെ വിട്ടോളാം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് 1-2 എന്ന് വെച്ചാൽ മേസൺറി വർക്ക് ഒക്കെ ചെയ്യുന്ന ഒരാളെ വിട്ടു. അപ്പോൾ അയാൾ വീട്ടിലേക്ക് പോയിട്ടിരുന്നു. പിന്നെ എന്തായിരുന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുന്ന സമയത്ത് നല്ല പുത്തൻ ടൈൽസ്. ഞാൻ വെച്ചു കൊള്ളാല ഷെമി, നല്ല പണിക്കാരുണ്ട്, നല്ല ഗംഭീര ആൾക്കാരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പണിക്കാരൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഞാൻ ഷെമിൻ്റെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് ഗാലറിയിലെല്ലാം ഉണ്ട് ഷെമി ഇങ്ങനെ ഓരോന്നോരോന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഫുള്ള് വീട്ടില് ആ ബാക്ക് യാർഡിലുള്ള എല്ലാ ടൈൽസ് വർക്കും ആള് സ്വന്തം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ടൈൽസ് എവിടെ നിന്നൊക്കെ വാങ്ങി സംഘടിപ്പിച്ചു, അതിൻ്റെ മറ്റേ ഗ്രൗട്ടും ബാക്കി സാധനങ്ങളും എല്ലാം വാങ്ങി ഷെമി തന്നെയാണ് എഞ്ചിനീയറും, ഷെമി തന്നെയാണ് പണിക്കാരും, ഷെമി തന്നെയാണ് മേസനും. അതങ്ങ് ചെയ്ത് തീർത്തു. അതൊരു സൈഡിൽ. പിന്നെ എനിക്ക് തോന്നുന്നു തയ്യൽ റിലേറ്റഡ് ഷെമി എവിടെയും പോയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ടൈലറിങ് ഒന്നും. അത് എനിക്കൊക്കെ തന്നെ എന്തുമാത്രം ഡ്രസ്സ് ഷെമി പലതും എൻ്റെ ഒരു 90% ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷെമി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരാറുള്ളത്. കൃത്യമായിട്ട് വാങ്ങും. പിന്നെ ഇപ്പം എന്താ പറയാ, ഓക്കെ നാട്ടിലൊരു വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വീടിന് വേണ്ടിയിട്ട് ചെറിയൊരു വീട് മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല, ഒരു പഴയ വീടാണ് അത് തന്നെ ചെറിയൊരു. അപ്പൊ അതിന് ടോയ്ലറ്റ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പണിക്കാരെ വിളിച്ചിട്ട് നമുക്ക് ഏർപ്പാടാക്കാന്നൊക്കെ പറഞ്ഞു. പണിക്കാർ നാട്ടിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ചില സമയത്തും. ഈ കോൺട്രാക്ടേഴ്സിന് മാത്രമേ പണിക്കാർ വന്നിട്ടില്ല, അതുകൊണ്ട് ആ ഒരു ദിവസം വന്നില്ല. പിന്നെ കുറേ ദിവസം അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കല്ലേ, ഇവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ കരുതി അങ്ങോട്ട് പണിയാം. കല്ലെടുത്തു സിമെന്റ് എടുത്തു മണലൊക്കെ എടുത്തിട്ട് ടോയ്ലറ്റ് സൈഡിൽ ഒരു സുഖമായിട്ട് അങ്ങ് പണിതു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പണിതു? ഒരു അവിടെ ഇരിക്കുന്ന ഒരു പയ്യനോട് ചോദിച്ചു, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് കല്ലൊക്കെ ഒന്ന് പൊക്കി തരാൻ. അവന് ജോലി അതൊരു തമിഴ് പയ്യനായിരുന്നു, അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു ജംഗ്ഷനിൽ. അപ്പൊ ഞാൻ ജോലിയൊന്നും ഇല്ല, ഞാൻ അപ്പൊ ഞാൻ കൂട്ടി വാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവൻ പറഞ്ഞ് അവൻ ഇങ്ങനെ ഹോട്ടൽ ജോലിയെല്ലാം ചെയ്യുന്നതാണ്, എനിക്ക് ഈ പണിയൊന്നും അറിയില്ല, വീട് പണിയൊന്നും. ഞാൻ നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്താ മതി, അതൊക്കെ പിടിച്ചു തന്നാ മതി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എന്താ ഇതൊക്കെ ഒന്നുമില്ല പഠിക്കാനൊന്നും, സിമെന്റ് വെക്കാൻ പറ്റും, നല്ലൊരു ഗംഭീര കുക്കാണ്. അതായത് ഞാൻ ഇന്നലെ ഷെമിയോട് ഞാൻ ചോദിച്ചാണ്, ഷെമി നിനക്ക് എൻ്റെ അഭിപ്രായത്തിൽ നീ പറയും നമുക്ക് ചുറ്റുവട്ടത്തുള്ളതിൽ നിന്നെ കാണാൻ ബെസ്റ്റ് ആയിട്ടൊരു കുക്കുണ്ടോ? ലോകത്ത് ചിലപ്പോൾ വലിയ ഷെഫുമാരൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നീ തന്നെ സത്യസന്ധമായിട്ട് പറയും നിന്നെ കാണാൻ വലിയ കുക്കുണ്ട്. ഷെമി ഇല്ല, ശരിയാണ് ആണെങ്കിൽ അത് കണ്ണൂരുകാരി ആയതുകൊണ്ടായിരിക്കും. ഒരു ഷെമി അതിനേക്കാൾ നല്ലൊരു ഡാൻസറാണ് വേണമെന്നുണ്ടെങ്കിൽ. അതെ, ഷെമിയുടെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്തോ, എനിക്ക് തോന്നുന്നു എഴുത്ത് വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച എഴുത്തല്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ആരാണ് ഷെമി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളിപ്പോൾ റീൽസൊക്കെ ചെയ്യാറുണ്ട്. എന്ത് റീൽസ് ചെയ്യാനുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ പരമാവധി ഒന്ന് മാറിക്കാൻ നോക്കും. എനിക്ക് ഈ ആക്ടിങ് അറിയില്ല. പക്ഷേ ഷെമിക്കെന്ന് വെച്ചാൽ ഷെമി ഭയങ്കര ഷെമി എന്താ പറയുക, ഷെമി കിടൽ ആക്ടർ. അപ്പൊ നമുക്ക് അതിൽ പിടിച്ചിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ എക്സ്പോസ്ഡ് ആകും ആൾക്കാരുടെ മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ഡാൻസറാണ്, നല്ലൊരു കുക്കാണ്, നല്ല ടെയിൽ വർക്ക്സ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞോലും അതെല്ലാം വേണമെന്നുണ്ട്. ഇനിയിപ്പോൾ അറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് എന്നോട് വന്നിട്ട് ഇവിടുത്തെ മറ്റേ എന്താണ് വൈറ്റ് ബാലൻസ് ഒക്കെ ഒന്ന് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് വൈറ്റ് ബാലൻസ്? അപ്പം എൻ്റെ ഷെമി അവിടെ നിന്ന് ഒരു പഴയ ക്യാമറ ഒക്കെ പൊക്കി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ അപ്പർച്ചർ അത് ഇതൊക്കെ പറഞ്ഞിട്ട് അല്ല അതേ പറയാൻ കാരണം ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ അവിടെ നോക്കുമ്പോണ്ട് ഷെമി ഇങ്ങനെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒന്നുമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അറിയില്ല, പക്ഷേ എന്നാലും അറിയില്ലാത്തതിന്റെ പേരിൽ ബാക്കോട്ടൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റുന്നല്ലേ ഉള്ളൂ എന്നാണ് ഷെമിയുടെ കാഴ്ച. എനിക്ക് അറിയാത്ത ഭാഗത്തേക്ക് ഞാൻ പോവില്ല. പക്ഷെ ഷെമി എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്നുള്ള പേര് മാറി. ഈ ലോകത്തിൽ വലിയൊരു ഡിസാസ്റ്റർ സംഭവിച്ചു, എല്ലാവരും നമ്മുടെ ചുറ്റുവട്ടത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ ജീവനോടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാ, സൂയിസൈഡ് ചെയ്യാണോ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ ജീവനോടെ ഉണ്ട്, അപ്പൊ നമ്മൾ ജീവിക്കണം. അപ്പൊ അത് വേറൊരാൾ ഉണ്ടാകും, അത് അപ്പം നമ്മൾ ചെയ്യണ്ടേ എല്ലാ കാര്യങ്ങളും.
അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഒരാളെ കാത്തു നിൽക്കുക, ഒരാളെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. അവർ വരികയാണെങ്കിൽ വന്നോട്ടെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ശരിയായിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. വേറൊന്നുകൂടി, ഇവിടെ ഈ മരുഭൂമിയിൽ കർഷകയാണ് ശരി. കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വിളവ് കൊണ്ടുപോയി മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് പൈസ വാങ്ങും. ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ്ടായിരുന്നു ഷെമി ഇങ്ങനെ നോക്കിയിട്ട് നല്ല എന്തെങ്കിലുമൊക്കെ ആലോവേര നമ്മൾ ബാക്ക് യാർഡിൽ കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ അതിന്റെ തന്നെ തൈകൾ കൊണ്ടുപോയി നട്ട് അത് ഇതാക്കിയതിന് ശേഷം എന്നിട്ട് എന്നോട് പറയും ഇത് എവിടെ കൊണ്ടുപോയിട്ട് വെക്കുക. ഞാൻ ഇത് എവിടെ കൊണ്ടുപോയിട്ട് വെക്കാനാണ്, നീ വിട്ട് കുഴപ്പമില്ലാന്ന് പറയും. എന്നിട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോണ്ട് ഒരു ആള് ഒരു വാനിലൊക്കെ വന്ന് ഇയാളോട് ഷെമി സംസാരിച്ച് അതൊക്കെ തൂക്കി എടുത്തിട്ട് അപ്പൊ ഇത്ര റൂം അത്രയും നിറയെ ആലോവേര ഉണ്ടാക്കിയിട്ട് അതാക്കി വിറ്റ് കുറച്ച് കാശൊക്കെ വാങ്ങിട്ട് പോയി. പിന്നെ എന്തുണ്ടെങ്കിലും ഇപ്പം പിന്നെ മുരിങ്ങ ഇലയോ മുരിങ്ങ കമ്പോ തക്കാളിയോ അത് നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളിയും പച്ചമുളകൊക്കെ സ്ഥലമേ ഉള്ളൂ. അതും കർഷകയാണ്, എഴുത്തുകാരിയാണ്, അല്ല ഇതൊന്നും കഴിവല്ല, അങ്ങനെ ചിന്തിക്കരുത്. കാരണം വെച്ചാല് ഞങ്ങൾക്ക് കഴിയില്ല, അപ്പോഴാണ് നമ്മൾ ഇതിനെ കഴിവെന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കും എന്റെ കുറെ കാലമായിട്ട് ഞങ്ങൾ വീട്ടിൽ സോഫ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ പിന്നെ അടി കൂട്ടിയിട്ട് ഒരു സോഫ വാങ്ങിയ നീ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കും. അതൊരു സോഫ ഇല്ലായിരുന്നു കുറെ കാലമായിട്ട്. അല്ല അവസാനം ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ അടി ഉണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് താമസിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു സോഫ ഇല്ലാതെ പറ്റുമോ എന്നും പറഞ്ഞിട്ടാക്കിയതല്ല. കാരണം രാവിലെ 6 മണി തൊട്ടിട്ട് ഒരു രാത്രി 9:30 10 മണി ഷെമി ഉറങ്ങും കേട്ടോ. ഒരു 9:45 വന്നിട്ട് ചാർജ് ഡൗൺ ആവും. 10 മണിക്ക് ഇതാണുള്ളത്. ഇത്രയും സമയം ഒരാള് 1 മിനിറ്റ് പോലും എവിടെ അനങ്ങാതെ അല്ല 1 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ ഇയാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വർക്കൗട്ടാണ്. അത് നമ്മൾ നമ്മുടെ ഉപയോഗപ്രദമാക്കിയിട്ട് അതിനുവേണ്ടി ജിമ്മിൽ പോവുക, അതിനുവേണ്ടി പ്രത്യേകം കാശ് കൊടുത്തിട്ട്. ഞാൻ ഒരു മാസം ഞാൻ ജിമ്മിലൊക്കെ പോയിട്ടോ. ഞാനോട് നീ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു മാസം എന്നിട്ട് ഞാൻ പറഞ്ഞു ഷെമി ഇങ്ങനെയൊക്കെ തൂങ്ങിയൊക്കെ വെക്കണം പറയും. എന്നാ നീ വാന്ന് പറഞ്ഞു. ഷെമി എന്നിട്ട് ഫുള്ള് എക്സസൈസ് ഒക്കെ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടാൾ തൂങ്ങി. ഞാനൊരു 30-40 സെക്കൻഡ് ആയപ്പോൾ തൂങ്ങി. ഷെമി എനിക്ക് തോന്നുന്നു ഒരു 3-4 മിനിറ്റ് അങ്ങനെ തൂങ്ങി കിടന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഒരു കൈ ഇതൊന്നും ഒക്കെ ആർക്കും വേണമെങ്കിൽ പറ്റും, നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊരു 50 സെക്കൻഡ് 1 മിനിറ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ വീണു. ഷെമി ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിർത്താവെന്ന് ഞാൻ നിർത്തിക്കോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. ഈ തീസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ സമയത്തെങ്ങാണ്ട് ഷെമി പറയുന്ന ഒരു വാക്കുണ്ട്, സ്ത്രീ ഭൂമിയിൽ സ്ത്രീ ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മലപ്പുറത്തിന്റെ മരുമകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിന്റെ കവർ റിലീസിന്റെ സമയത്തെങ്ങാണ്ട് സദസ്സിൽ നിന്നൊരു സ്ത്രീ കയറി വന്നിട്ട് ഒരു പെട്ടി, നമ്മൾ ഈ ആളുകളൊക്കെ വചനങ്ങളൊക്കെ വചനപ്പെട്ടി ഈ വചനപ്പെട്ടിക്ക് പകരം അവർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൊത്തം ഷെമി പറഞ്ഞിട്ടുള്ള വചനങ്ങളാണ്. എൻ്റെ കയ്യിൽ ഷെമി വചനങ്ങളുടെ ഒരു പെട്ടി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടവഴി നേരികളാണെന്നുണ്ടെങ്കിലും ഷെമിയുടെ കോട്ടുകളാണെന്നുണ്ടെങ്കിലും നൈസായിട്ട് അതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിനോട് ചോദിക്കുകയാണ്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഷെമി വചനം പറഞ്ഞാൽ എന്ത് പറയും? അല്ല ഷെമി എപ്പോഴും പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമി വളരെ ചെറുപ്പത്തിൽ ഷെമിയോട് പറഞ്ഞിട്ടുണ്ട്, നീ മുകളിലെത്തിയാൽ മാത്രമേ നിനക്ക് താഴെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. നീ ഇവിടെ തന്നെ നിൽക്കുമ്പം നിനക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ മുകളിലെത്തണം. പക്ഷേ ആ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും നിന്നെ പൊക്കിത്തരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. നീ തന്നെ പോയി നീ സ്വന്തം കയറി അവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് താഴത്തെ കാഴ്ചകൾ കാണുമ്പം നിനക്ക് കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റും. ആ ഇത് എപ്പോഴും ഷെമി എന്നോട് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഷെമി സത്യം പറഞ്ഞാൽ ആ മുകളിലോട്ടുള്ള കയറ്റാണ്. പക്ഷേ ഇത് ഈ കാലം ചിലരോട് ചെയ്യുന്ന ക്രൂരതയും ചിലരോട് ചെയ്യുന്ന പക്ഷപാതിത്വമാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. ഒരു കാര്യമില്ലാതെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ആ വീട്ടിലെ ഭക്ഷണം തീരൂല. കാരണം വെച്ചാൽ അത് അവിടെ തന്നെ ഒരാൾക്ക് വായിക്കൊള്ളാൻ പറ്റില്ല, തയ്യൽ അറിയില്ല, എന്ത് ഡാൻസ് ചെയ്യാൻ അറിയില്ല, നിങ്ങളൊരു കഴിവ് അറിയും, അതൊന്നും അറിയാത്ത അഭിനയിക്കാൻ അറിയാത്ത ഒരു മനുഷ്യന് അവസരങ്ങളും ഇങ്ങനത്തെ സാധ്യതകളൊക്കെ ഇങ്ങനെ വെറുതെ ഒരു കാര്യമില്ലാതെ തുറന്ന് കിട്ടി ഒരാൾ പൊക്കോണ്ടിരിക്കുന്നു. ഈ കഴിവുകളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ആളുടേതായിട്ടുള്ള ഒരു
ഒരു ലോകത്തിൽ തന്നെ. ഇപ്പം ഈ ഒരു നടവഴിയിലെ നേരുകൾ എന്നുള്ളൊരു പുസ്തകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി, ഇത്രയും കഴിവുള്ള വ്യക്തി ലോകത്തുണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇത് ഷെമി മാത്രമായിരിക്കില്ല, ഈ കേട്ടോണ്ടിരിക്കുന്ന എത്ര പേര് ഇതുപോലെ. ഇപ്പം നിങ്ങളിപ്പം ജയ്സലിന്റെ സഹോദരന്റെ കഥ പറഞ്ഞ പോലെ എന്തുമാത്രം കഴിവുകൾ എത്ര പേരായിരിക്കും നമുക്ക് ചുറ്റുണ്ട്. ഷെമിക്ക് വളരെ ആകസ്മികമായിട്ട് നടവഴി എന്നുള്ളൊരു ബ്രേക്ക് ത്രൂ കിട്ടിയതുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ വേദികളിൽ വരാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ തമാശയിലൂടെ ഈ കഴിവ് അറിയാനും പറ്റുന്നുണ്ട്. ഇങ്ങനെ കുറെ അമ്മമാരും ഭാര്യമാരും സ്ത്രീകളും ഒക്കെ ആണുങ്ങൾ പിന്നെയും പുറത്തു പോകാൻ കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. പിന്നെ മറ്റൊരു വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ കൊണ്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പ്രവർത്തിക്കാൻ വല്ല തടസ്സങ്ങളുണ്ടാവുമോ, ഇവരെന്ത് വിചാരിക്കും, ഇവരെന്താണ് പറയുക, ചുറ്റുവട്ടത്തിൽ എന്താണ് പറയുക, ഭർത്താവ് എന്താണ് പറയുക, അവർ അങ്ങനെയുള്ള കുറേ ഒരു ഇതുണ്ടല്ലോ ആശങ്കകൾ, അതാണ് എല്ലാവരെയും പിടിച്ചു നിർത്തുന്നത്. പക്ഷേ അതൊന്നും കെയർ ചെയ്യാതെ അതൊക്കെ നമ്മളുടെ ഒരു ജീവിതമേ ഉള്ളൂ. എൻ്റെ ജീവിതം ഞാനാണ് ജീവിക്കേണ്ടത്, അത് മറ്റുള്ളവരല്ല. അത് ഇപ്പോൾ ചെറിയൊരു വളരെ ചെറുതായിട്ടൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം എല്ലാവരും കൂടി എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, എൻ്റെ പഠിത്തം എങ്ങനെ വേണം, ഞാൻ ആരെ കല്യാണം കഴിക്കണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നെല്ലാം മറ്റുള്ളവർ തീരുമാനിക്കണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റിലുമാണ് തീരുമാനിക്കണമെങ്കിൽ എൻ്റെ ഒരു ഡെത്ത് ഒരു ബെഡിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരിയസ് അസുഖമാകുമ്പോഴേക്ക്, അപ്പോൾ എൻ്റെ ആയുസ് തീരുമ്പോൾ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നിൻ്റെ ആയുസ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ തരാനും പോകുന്നില്ല, അതൊട്ട് സാധിക്കില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഒരാളും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കൈകടത്താതെ മറ്റൊരാളുടെ ജീവിതം എങ്ങനെ വേണം അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട. ഓരോരുത്തരും അവനവൻ്റെ ജീവിതം കൺസ്ട്രക്ട് ചെയ്താൽ അവനവന് തന്നെ ഞങ്ങൾ കൈകടത്തും. ആ കൈകടത്തുന്നത് സമ്മതിക്കണോ വേണ്ടതുള്ളത് അതാണ്. അത് നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ ആചാരങ്ങളൊക്കെ തുടർന്നുകൊണ്ട് മുമ്പ് ഹസ്ബൻഡ് മരിക്കുകയാണെങ്കിൽ തീയിൽ ചാടണം അല്ലേ, എന്ത് പേടിയുണ്ടാവും എല്ലാവരും. അങ്ങനെ ചാടുമ്പോഴും കമ്പെടുത്ത് കുത്തിയിട്ട് ഇതാക്കുന്നതാണ്. പക്ഷെ അതൊക്കെ നിർത്തലാക്കുന്ന, അപ്പം കുറേ പേര് ചിലതൊക്കെ ലംഘിച്ചാൽ മാത്രമേ നമ്മളുടെ ശരികൾ പ്രവർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്കെല്ലാവർക്കും മാറ്റങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റങ്ങൾക്കൊരു തുടക്കമാണ് ആവശ്യം, മുന്നിൽ നടക്കാൻ ഒരാളാണ് ആവശ്യം. ഒരു വഴിയങ്ങ് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു പക്ഷേ അതിലൂടെ ഒരുപാട് പേർക്ക് നടക്കാനാവും. ചെറിയ കുഞ്ഞു വഴികൾ റോഡായി മാറുന്നത് പോലെ മനോഹരമായിട്ടുള്ളൊരു പാത അവിടെ രൂപപ്പെടുന്നൊക്കെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് നേരത്തെ ഫസൽ പറഞ്ഞൊരു കാര്യം കൂടെ അങ്ങനെ ഓർപ്പിക്കുകയാണ്. ഫസൽ പറഞ്ഞില്ലേ, അതായത് ഷെമി വചനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് നീ മുകളിലേക്ക് വരണം, എന്നിട്ട് നീ താഴെയുള്ളവരിലേക്ക് നോക്കണം, എന്നാലേ ആളുകളെ അല്ലേ താഴെയുള്ളവരെ കാണാൻ വേണ്ടി മാത്രം മുകളിലേക്ക് വരണം എന്നുള്ള ആ ഒരു വാക്ക് ഭയങ്കര പവർഫുള്ളാണ്. നമ്മളും ഇവിടെ മോംസ് ആൻഡ് വൈബ്സിൽ ചെയ്യുന്ന പരിപാടി അതാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നോക്കി കണ്ട് അതിനകത്ത് ഏറ്റവും കഴിവുകളുള്ള ആൾക്കാരെ അവരുടെ കഴിവിനെ പോർട്രേ ചെയ്യാനും അതിനൊരു ഗംഭീര എക്സ്പോഷർ കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ സാധ്യതകളെ നടവഴിയിലെ നേരിലാണെന്നുണ്ടെങ്കിലും റേഡിയോയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റവും നന്നായി സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള രണ്ടുപേരുടെ കൂടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അടിപൊളിയായിരുന്നു, ഗംഭീരമായിട്ട് ഇത്ര നേരം പോയത് അറിഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ചും കൂടെ അറിയുന്നത് പറഞ്ഞാൽ കോഴിക്കോട്ട് എത്തുന്ന സമയത്ത് എല്ലാ ഇന്റർവ്യൂവിലും നിങ്ങൾ പറയാറുണ്ട്, അല്ല നമ്മളെപ്പോഴും നമുക്ക് കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും സ്വീകരിക്കുക, അതായത് എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അഡ്വൈസ്, അതായത് ഉപദേശം. എന്നാലും പറയാതെ വയ്യ, അതായത് ലിസൺ യുവർ സെൽഫ്, അതുപോലെ തന്നെ കോൾ യുവർ സെൽഫ് ടു ആക്ഷൻ, ഓക്കെ, ആൻഡ് സ്ട്രൈവ് ഫോർ ഡിറ്റർമിനേഷൻ. അതെ, അതെപ്പോഴും ചിന്തിക്കണം. അത് ജോലി വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ഈ ഇവരുടെ ഒരു മോംസ് ആൻഡ് വൈബ്സിന് അതാണ് പറയുന്നത് അല്ലേ, ജോലി എന്ത് എന്നല്ല, വലിയൊരു പോസ്റ്റോ ചെറിയൊരു പോസ്റ്റോ എന്നല്ല, ജോലി ഇടാൻ ചെറിയ വരുമാനമാണെങ്കിലും അത് നമ്മളിപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിൽക്കുകയാണെങ്കിൽ, ദുബായിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഫ്ലാറ്റിലേക്ക് ഒതുങ്ങാതെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വരുന്നവരെ കാത്തിരിക്കാതെ, ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് വരുന്നവരെ കാത്തിരിക്കാതെ കുട്ടികളെയും കൊണ്ട് പാർക്കിലേക്ക് നമ്മൾ സ്വന്തം പോവുക. അതിന് എല്ലാം നമ്മുടെ നാട്ടിൽ എന്താണോ ഉള്ളത് അതിനേക്കാൾ കുറച്ചുകൂടെ ഫെസിലിറ്റീസ് കൂടെ ഉണ്ട്, സുരക്ഷിതത്വം ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അതൊക്കെ ചെയ്യാം വെറുതെ ഇരുന്നിട്ട്. അതായത് വീട്ടിലാണെങ്കിലും നമ്മൾ നമ്മുടേതായ വേറൊന്ന് ചെയ്യാം. ഓക്കെ, ഈ ഭാര്യ എന്നത് അമ്മ എന്നത് ഒരു വലിയൊരു ഇതായിട്ട് ഒരു ജോലിയായിട്ട് എടുക്കാതെ അത് നമ്മളുടെ മകൾ സഹോദരി എന്ന നിലയിൽ എടുക്കുക. പക്ഷെ ജോലി വേറെ ആയിരിക്കണം. എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓട്ടോണോമി, അതാണായാലും പെണ്ണാണെങ്കിലും. പെണ്ണിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവൾക്ക്, അതായത് വുമൺ ക്യാൻ സപ്പോർട്ട് ഹെർ സെൽഫ്, ഷീ ക്യാൻ ഓൾസോ അച്ചീവ് എ ഫോം ഓഫ് ലിബറേഷൻ എന്നാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാണോ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത്. നമ്മൾ മറ്റാരെങ്കിലും വിശ്വസിക്കുക, മറ്റാരെങ്കിലും ആ ഒരാൾ ചിലപ്പോൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും?
ഓക്കെ, അല്ലെങ്കിൽ ആ ഒരാൾ വീണ് പോയാൽ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫസ്റ്റിലൊരു ദിവസം എന്നോട് ഇവിടുന്ന് നമ്മുടെ എയർപോർട്ടിലെത്തിയൊക്കെ എന്നോട് പറഞ്ഞു വെയിൽ കൊള്ളണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. പല ഹസ്ബൻഡും അങ്ങനെയാണ് ചെയ്യുന്നത്, ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട്. ബ്രേക്ക് ഡൗൺ ആയി, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, എന്തോ ബാറ്ററിക്ക് എന്തോ പ്രശ്നം ഉണ്ടായപ്പം ദൂരെ പാർക്കിങ്ങിലുള്ള. അപ്പം ഞാൻ പറഞ്ഞു ക്ഷമി, എന്തായി കഴിഞ്ഞാലും ഒരാൾ നടക്കണം. ഞാനത് പോയി നടന്ന് അയാളോട് സംസാരിച്ച് അവിടെ സെക്യൂരിറ്റിനോട് പോയി സംസാരിച്ച് വന്നോളാം, അതുവരെ നീ അവിടെ ഇരുന്ന് ആ തണലത്തിരുന്നോ എന്ന് പറഞ്ഞു. നാളെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നു, എൻ്റെ വണ്ടി ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയി, എവിടെ പോകണമെന്ന് എനിക്കറിയോ? അപ്പൊ ഞാൻ പലരോടും ചോദിച്ചു കുറച്ചെങ്കിലും ഇന്ന് നിന്റെ കൂടെ വന്ന് ഈ വഴികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ എന്തായാലും നാളെ എനിക്കിത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാനല്ല വരുന്നത്, നാളെ എനിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് പല ഹസ്ബൻഡാണെങ്കിലും സ്നേഹം കൊണ്ടും, അതെ ഞാൻ വെയിൽ കൊണ്ടാലും അവള് കൊള്ളണ്ട, അതുപോലെ തന്നെ പാരൻസ് ആണെങ്കിലും മക്കള് അറിയണ്ട, ഞാൻ ബുദ്ധിമുട്ട്, അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്ന എല്ലാം അവരും കൂടി ചെയ്താൽ നാളെ എൻ്റെതില്ലെങ്കിൽ അവൾക്ക് അപ്പോഴും എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പോൾ അവർ നമ്മളെ മിസ്യൂസ് ചെയ്യാം, അല്ലേ, മറ്റൊന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം, ഇതിങ്ങനെ. അപ്പം അവർ പറയുന്നത്, പക്ഷെ നമ്മളുടെ യഥാർത്ഥ ആളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണല്ലോ ചെയ്തത്, അപ്പോൾ ഇത് ശരിയായല്ലോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർമ്മിക്കണം. നമ്മളെ തന്നെ തിരിച്ചറിയണം, നമുക്ക് നമ്മളോട് തന്നെ മതിപ്പുണ്ടാകണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഡിപ്രഷൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈക്കോളജിസ്റ്റുകളാണ് എല്ലായിടത്തും ഉള്ളത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്? കുറേ അവരുടെ സാന്ത്വനങ്ങൾ, വാക്കുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ തന്നെ നമ്മുടെ ഡോക്ടറായാൽ മതി. നമ്മൾ തന്നെ മനസ്സിലാക്കുക, ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, ഇത് മാത്രം ഇങ്ങനെ ഇരുന്നിരുന്ന് ചിന്തിക്കുക എന്നല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, അതാണ് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞത്, അത് ചെയ്യുക, ഇത് ചെയ്യുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തിന് വരുമാനം ഉണ്ടാകുന്നതാണെങ്കിൽ ചെറുതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. തീർച്ചയായിട്ടും. ഇപ്പോൾ കുറച്ച് നേരത്തെ കറ്റാർവാഴയുടെ കഥ ഫസ്റ്റിൽ ഭയങ്കര പ്രൗഡായിട്ടാണ് പറഞ്ഞത്. ഞാൻ പോലും അറിയാതെ എൻ്റെ വീട്ടിലെ കറ്റാർവാഴ മൊത്തം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഷെമി പറഞ്ഞിട്ടുള്ള കവിതയും ഞാനൊന്ന് ആലോചിച്ചു പോകണം. കാര്യം അമ്മയെ നിങ്ങളുടെ സാരിത്തലപ്പൊന്ന് മാറ്റും, ഞാൻ ആ വെയിലൊന്ന് കൊണ്ടോട്ടെ എന്ന് പറയുന്ന പെൺകുട്ടിയെ പോലെയെങ്കിലും നമ്മളാവണം, അല്ലേ? നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സമയത്താണ് നമ്മൾ വിജയിക്കുന്നത്, നമ്മൾ മാറുന്നത്. അതാണ് നമ്മൾ ശരിക്കും ഇവിടെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മോംസ് ആൻഡ് വൈസിലൂടെ കൊടുക്കുന്നത്. നല്ല മാറ്റത്തിൻ്റെ പുതിയൊരു കാറ്റ് വരുന്നുണ്ട്, കാറ്റിനോടൊപ്പം നിൽക്കുക, നമ്മൾ ട്രൂ പൊട്ടൻഷ്യൽ കണ്ടെത്തി അത് നൈസായിട്ട്, ഇനിയിപ്പോൾ കറ്റാർവാഴയാവണമെന്നില്ല, എന്താണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സംഗതികൾ, നമ്മളെ കൊണ്ട് പറ്റുന്ന സ്കില്ലുകളും അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സർവീസുകളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് മാർക്കറ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിയാണ് മോംസ് ആൻഡ് വൈസ്. തന്നെ മനസ്സിലാക്കലാണ് ഫ്രീഡം. അല്ലാതെ ഫ്രീഡത്തിനും തെറ്റിദ്ധാരണ ഒരുപാടുണ്ട്. ഫ്രീഡം എന്ന് പറയുന്നത് എനിക്ക് ഫ്രീഡം ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പക്ഷെ അതൊക്കെ ഈ ബേസിൽ പറയുന്നത് ജയല് അതൊക്കെ ഒരാൾ കൊടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും തന്നെ വസ്തുവൊന്നും ഇല്ലാതെ. പക്ഷെ ഇതൊക്കെ തെറ്റായിട്ട് നമ്മൾ അതൊക്കെ അതിൻ്റെ അർത്ഥം തെറ്റായിട്ട് നമ്മൾ ഓരോന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവർ നോക്കുമ്പോൾ ഫെമിനിസം എനിക്കെൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വേറെ എന്തെല്ലോ ചിന്തിച്ചു വിട്ടു. അതല്ല, ഫ്രീഡം എന്ന് പറയുന്നത് ഇതാണ്, എനിക്ക് എന്നെ തിരിച്ചറിയണം, എനിക്ക് എന്നിൽ മതിപ്പുണ്ടാവണം, എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവണം. അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് മറ്റുള്ളവരല്ല, ഞാൻ ഷേപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവർ കയറി ഷേപ്പ് ചെയ്യും. അതാണ് നമ്മൾ അതാണ് ഫ്രീഡം. സത്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷേപ്പ് ചെയ്യാൻ മറന്നുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ വന്ന് നമ്മുടെ ഷേപ്പ് മറ്റിക്കളയുന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ടാണ്. ഇതിപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ഫസലുവിൻ്റെ അടുത്ത് പറയായിരുന്നു, അതായത് ഷെമിയുടെ ഏതൊരു ഇൻ്റർവ്യൂ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഷെമിയുടെ ഒരു സംസാരം തുടങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഷെമി കടന്നു വന്ന ജീവിത രീതികൾ, ഷെമിയുടെ പുസ്തകങ്ങൾ, അതൊന്നും തൊടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷെമീനെ നേരത്തെ അറിയാം, ഞങ്ങൾ ഫ്രണ്ട്സാണ്, സംസാരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് റേഡിയോയിൽ ഇൻ്റർവ്യൂ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഞാൻ ക്യൂരിയസ് ആയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷെമി അടുത്തൊരു സമയത്ത് അല്ലെങ്കിൽ അടുത്ത ഷെമിയുടെ ഒരു ചിന്ത എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു വലിയ ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. കാരണം ബാക്കിയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അല്ല ഷെമിയുടെ ചിന്തകൾ. അതാണ് ഷെമീനെ സ്പെഷ്യലാക്കി നിർത്തുന്നത്. ദ വേ യു ആർ, ദ വേ യു റൈറ്റ്, അപ്പോൾ അതൊക്കെ വളരെ സ്പെഷ്യലാണ്. ബാക്കിയുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് പലതും ചിന്തിക്കുന്നതുകൊണ്ടും ചെയ്യുന്നതുകൊണ്ടാണ് ഷെമി സ്പെഷ്യലാവുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സ്പെഷ്യലായ കാര്യങ്ങളാണ് ഈ സംസാരത്തിലൂടെ വന്നു പോയത് എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളിത് ഈ ഒരു സംസാരം ഇവിടെ നിർത്താൻ വേണ്ടി പോവാണ്. വന്നതിന്, നന്നായിട്ട് സംസാരിച്ചതിന്, ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ കറ്റാർവാഴയുടെ ബിസിനസ് അടക്കം ഇവിടെ ഷെയർ ചെയ്തതിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്.